ഹലോ എവരി വൺ, ഏവർക്കും വിൻസ്പയറിന്റെ PYQ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ട ചില ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ആദ്യം തന്നെ പറയാം, ഇത് പെഡഗോജിയാണ്. ജനറൽ പെഡഗോജിയിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസും ഉണ്ട്, ഇംഗ്ലീഷ് പെഡഗോജിയിൽ നിന്നുള്ള ചില ക്വസ്റ്റ്യൻസും ഉണ്ട്. അപ്പൊ ഇത് ഇംഗ്ലീഷ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ് എന്ന് ഞാൻ പറയുമ്പോൾ ഇംഗ്ലീഷ് സബ്ജക്റ്റ് അല്ലാത്ത ആളുകൾ അത് എന്ത് ചെയ്യണ്ട, കേൾക്കണമെന്നില്ല കേട്ടോ. നിങ്ങൾ അത് കേൾക്കണമെന്നില്ല. അത് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസിൽ മാത്രമാണ് ഇംഗ്ലീഷുകാർക്ക് സ്പെസിഫൈ ആയിട്ടുള്ളത്. ബാക്കിയുള്ളതെല്ലാം എല്ലാവർക്കും വേണ്ട സംഗതിയാണ് എന്ന് മനസ്സിലാക്കുക. പിന്നെ നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, എപ്പോഴും പെഡഗോജി വരുന്ന സമയത്ത് ലാംഗ്വേജ് ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴാണ് ഇംഗ്ലീഷുകാർക്ക് മാത്രം സ്പെസിഫൈ ആയിട്ടുള്ളത്. ബാക്കിയെല്ലാം കോമൺലി ആർക്ക് വേണമെങ്കിലും ചോദിക്കാവുന്നതാണ്. സോ ആദ്യത്തെ ഒരു ചോദ്യം, ഇത് ഇംഗ്ലീഷ് സബ്ജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നിങ്ങൾക്ക് ഈ ഒരു ചോദ്യം സ്കിപ്പ് ചെയ്യാം, അതിനുശേഷം ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. ചോദ്യം ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്ഷൻസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ആൻ ആക്ടിവിറ്റി അറ്റ് ദ ഇവാലുവേറ്റ് ലെവൽ ഓഫ് ബെഞ്ചമിൻ ബ്ലൂംസ് ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ്. ബെഞ്ചമിൻ ബ്ലൂമിന്റെ ടാക്സോണമി ഓഫ് എഡ്യൂക്കേഷണൽ ഒബ്ജക്റ്റീവ്സ് ഉണ്ട് അല്ലെ, അത് 3 ഡൊമൈൻ ആയിട്ട് അദ്ദേഹം പറയാറുണ്ട്. കോഗ്നിറ്റീവ് ഡൊമൈൻ, അഫക്റ്റീവ് ഡൊമൈൻ, പൂർണ്ണമായിട്ട് ഞാൻ എഴുതുന്നില്ല കേട്ടോ, സൈക്കോ മോട്ടോർ ഡൊമൈൻ. അതില് ഇവാലുവേറ്റ് വരുന്നത് കോഗ്നിറ്റീവ് ഡൊമൈൻ ആണ്. കോഗ്നിറ്റീവ് ഡൊമൈനിൽ ഇവാലുവേറ്റിംഗ് എന്നാണ് വരുന്നത്. ഇവിടെ വേർബ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. വേർബ് ആയിട്ട് പറയുന്നത് റിവൈസ്ഡ് ടാക്സോണമിയിലാണ്. അപ്പൊ റിവൈസ്ഡ് ടാക്സോണമിയിലെ ഇവാലുവേറ്റ് ലെവലിൽ അനുസരിച്ച് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ആക്ടിവിറ്റി ഏതാണ് എന്നാണ് ചോദ്യം. സോ ഇവിടെ മനസ്സിലാക്കുക, ഇവാലുവേറ്റിൽ നമ്മൾ ഒരു കാര്യത്തെ പരിശോധിക്കുകയാണ് ചെയ്യുന്നത് അല്ലെ, വ്യക്തമായിട്ട് പരിശോധിക്കുകയാണ് ചെയ്യുന്നത്. സോ ദ ലേണേഴ്സ് റൈറ്റ്സ് ആൻഡ് അപ്രിസിയേഷൻ ഓഫ് പോം. ഒരു കവിതയുടെ ആസ്വാദനം തയ്യാറാക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്ത് ചെയ്യുന്നു, ആ കവിതയുടെ ഉള്ളിലേക്ക് ഇറങ്ങി കാര്യങ്ങൾ പരിശോധിക്കുകയാണ്. അപ്പൊ നിങ്ങൾ റൈറ്റ്സ് എന്ന് കാണുമ്പോൾ അത് ക്രിയേറ്റ് ആണെന്ന് തെറ്റിദ്ധരിക്കരുത്. റൈറ്റ്സ് ആൻഡ് അപ്രിസിയേഷൻ, കുട്ടി കവിത ആസ്വാദനം ചെയ്യുമ്പോൾ കവിതയെ വിലയിരുത്തുകയാണ്. കവിതയിൽ അവന് എന്തൊക്കെ കാര്യങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിനെ ടച്ച് ചെയ്തിട്ടുണ്ട്, അതിലെ പോയറ്റിക് ഡിവൈസസ് ഒക്കെ എന്തൊക്കെയാണ് എന്ന് ആഴത്തിലേക്ക് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ബെഞ്ചമിൻ ബ്ലൂമിന്റെ റിവൈസ്ഡ് ടാക്സോണമി എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ആദ്യം റിമെമ്പർ, ഒരു കാര്യം ഓർത്ത് വെക്കുക. അണ്ടർസ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ പഠിക്കുക, മനസ്സിലാക്കുക. അപ്ലൈ എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ കഴിയുക. അനലൈസ് എന്ന് പറഞ്ഞാൽ അതിനെ ഇഴകീറി അവലോകനം ചെയ്യുക. ഇവാലുവേറ്റ് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് ജഡ്ജ്മെന്റ് നടത്താൻ കഴിയുക. ക്രിയേറ്റ്, പഠിച്ചതനുസരിച്ച് പുതിയൊരു കാര്യം സ്വന്തമായിട്ട് മേക്ക് ചെയ്യാൻ കഴിയുക. അതിനാണ് ക്രിയേറ്റ് എന്ന് പറയുന്നത്. കൃത്യമായിട്ടും അത് പഠിക്കണം. സോ ഇതിൽ ഓരോ ഡൊമൈനുമായിട്ട്, ഓരോ ലെവലുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ആക്ടിവിറ്റീസ് കൂടി ഞാൻ പറയാം. പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. റിമെമ്പറിംഗിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ആ സ്റ്റുഡൻസ് ടു റീകോൾ വൊക്കാബുലറി വേർഡ്സ്. കുട്ടികളോട് വൊക്കാബുലറി വേർഡ്സ് ഓർത്തിരിക്കാൻ പറയുക. അതേപോലെ സ്റ്റോറിയിലെ ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുക. ഒരു കവിത കാണാതെ പഠിക്കാൻ പറയുക. ഇതെല്ലാം കുട്ടികളുടെ ഓർമ്മയെ പരിശോധിക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. ഇനി കുട്ടി കാര്യങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ടോ, അണ്ടർസ്റ്റാൻഡിങ് നടക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒരു പാരഗ്രാഫ് സമ്മറൈസ് ചെയ്യാൻ കൊടുക്കാം. മെയിൻ ഐഡിയ ഓഫ് പാസേജ് സ്വന്തമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ, ഒരു ലാംഗ്വേജിൽ നിന്ന് മറ്റൊരു ലാംഗ്വേജിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കൊടുക്കാം. ഇതൊക്കെ കുട്ടികൾ ലാംഗ്വേജ് കൃത്യമായിട്ടോ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് തിരിച്ചറിയാൻ കൊടുക്കാവുന്നതാണ്. ദെൻ അപ്ലൈ, പഠിച്ച കാര്യങ്ങൾ റിയൽ ലൈഫിൽ അപ്ലൈ ചെയ്യുന്നതിനാണ് അപ്ലൈയിങ് എന്ന് പറയുന്നത്. സോ ഗ്രാമാറ്റിക്കൽ റൂൾസ് അനുസരിച്ച് എഴുതാനും സംസാരിക്കാനും, അതേപോലെ റോൾ പ്ലേ, ചില ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി കൊടുക്കുക. ഇതെല്ലാം അപ്ലൈയിങ് ചെക്ക് ചെയ്യുന്നതിന്റെ, അപ്ലൈയിങ് എന്ന ലെവല് കൊടുക്കുന്ന ആക്ടിവിറ്റീസ് ആണ്. ദെൻ അനലൈസ്, ഒരു കാര്യത്തെ ഇഴകീറി പരിശോധിക്കുന്നതിനാണ് അനലൈസിങ് എന്ന് പറയുന്നത്. സോ സ്റ്റുഡൻസ് ഐഡന്റിഫൈ ദ ഓതേഴ്സ് പർപ്പസ് അല്ലെ, കവി എന്താണ് ഉദ്ദേശിച്ചത് എന്ന തരത്തിലുള്ള പരിശോധനകൾ. കമ്പയർ ആൻഡ് കോൺട്രാസ്റ്റ് ഡിഫറെന്റ് ലിറ്റററി സ്റ്റൈൽസ്, പലതരത്തിലുള്ള സാഹിത്യ രീതികൾ കമ്പയർ ചെയ്യുന്നത്, അതേപോലെ സ്ട്രക്ചർ അനലൈസ് ചെയ്യുന്നതെല്ലാം അനലൈസിങ്ങിന്റെ ഭാഗമാണ്. ദെൻ ഇവാലുവേറ്റിംഗിലാണ് നമ്മൾ ഈ പറഞ്ഞത് ക്രിട്ടിക് പീസ് ഓഫ് എ റൈറ്റിംഗ്, ഒരു എഴുത്തിനെ കുറിച്ചുള്ള പരിശോധന, അതിന്റെ എഫക്റ്റീവ്നെസ്, അതിന്റെ ക്രെഡിബിലിറ്റിയെ പരിശോധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ. ദെൻ ക്രിയേറ്റിവിറ്റിയിൽ, അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി അല്ല, ക്രിയേറ്റിംഗ് എന്ന് പറയുന്ന ലെവലിൽ കുട്ടി സ്വയം ഒരു കവിതയോ പ്ലേയോ പ്രസന്റേഷനോ തയ്യാറാക്കുന്നു. ഓക്കെ അല്ലെ? രണ്ടാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫങ്ഷൻസ് ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ഡസ് നോട്ട് സപ്പോർട്ട് ദ കാറ്റലിസ്റ്റ് റോൾ ഓഫ് ഇംഗ്ലീഷ് ഇൻ എ സോഷ്യൽ വെൽഫെയർ ഓർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിന് പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. ടീച്ചിങ് ഇംഗ്ലീഷിന് പലതരത്തിലുള്ള ഫങ്ഷൻസ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട സോഷ്യൽ വെൽഫെയർ അല്ലെങ്കിൽ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഇന്ത്യക്ക് സഹായിക്കുന്ന ഫങ്ഷൻ. അപ്പൊ ഇന്ത്യയിൽ സാമൂഹികമായ ക്ഷേമം,
അല്ലെങ്കിൽ സാമൂഹിക പരിവർത്തനം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നതിലൂടെ സാധ്യമാകും. അപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്യാത്ത ഫങ്ഷൻസ് ഏതാണ്? അപ്പൊ താഴെ തന്നിരിക്കുന്നതിൽ ഇംഗ്ലീഷ് ടീച്ചിങ്ങിന്റെ സോഷ്യൽ വെൽഫെയർ ഫങ്ഷൻസിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന് ചോദിച്ചാൽ ഏത് നിങ്ങൾക്ക് പറയാൻ കഴിയും? ഇംഗ്ലീഷ് ഇസ് നെസസറി ഫോർ സോഷ്യൽ മൊബിലിറ്റി, അവിടെ തന്നെ സോഷ്യൽ വരുന്നുണ്ട്. അപ്പോൾ സാമൂഹികമായിട്ടുള്ള മൊബിലിറ്റിയെ സഹായിക്കുക എന്നുള്ളത് ഇംഗ്ലീഷ് ലേണിംഗിന്റെ സോഷ്യൽ വെൽഫെയർ കാറ്റലിക് റോളിൽ പെട്ടതാണ്. ദെൻ എസ്തെറ്റിക് സെൻസ് ഡെവലപ്പ് ചെയ്യുക, അത് ഇംഗ്ലീഷിന്റെ ഫംഗ്ഷനിൽ പെട്ടതാണ്, പക്ഷെ എവിടെ വരുന്നില്ല? സോഷ്യൽ വെൽഫെയർ പ്രൊമോട്ട് ചെയ്യുക എന്ന സ്ഥലത്തെ ഫംഗ്ഷനിൽ വരുന്നില്ല. സോ ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ കേട്ടോ. ബാക്കിയെല്ലാം സോഷ്യൽ വെൽഫെയറിൽ വരുന്നതാണ്. ടെക്നോളജിക്കലി മോഡേൺ ആകുക എന്ന് പറയുമ്പോൾ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആണല്ലേ. നമ്മൾ സാങ്കേതികമായിട്ട് ഒരു പരിണാമം ഉണ്ടാവുക, ആധുനികവൽക്കരണം സംഭവിക്കുക എന്നുള്ളതും ഒരു സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ആണ്. ദെൻ ഇംഗ്ലീഷ് ഈസ് നെസസറി ടു പ്രൊജക്ട് ഇന്ത്യൻ ഐഡന്റിറ്റി ഇന്റർനാഷണലി, ഇന്ത്യയുടെ ഐഡന്റിറ്റിയെ ഇന്റർനാഷണലി എത്തിക്കുക എന്നുള്ളതും സോഷ്യൽ വെൽഫെയറിന്റെ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷന്റെ ഭാഗമാണ് എന്ന് മനസ്സിലാക്കുക. ദെൻ അടുത്ത ചോദ്യം, which of the following are difficulties in testing oral expression accurately and objectively? നമുക്ക് ഓറൽ എക്സ്പ്രഷൻസ് വളരെയധികം ആക്യുറേറ്റ് ആയിട്ട് ഒബ്ജക്റ്റീവ് ആയിട്ട് ടെസ്റ്റ് ചെയ്യുന്നതിൽ നിന്നും നമ്മളെ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? സോ ഇവിടെ 4 ഓപ്ഷൻസും പിന്നെ 1 2 3 1 2 3 4 എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ട്. ഞാൻ ഓരോന്നായിട്ട് പറയാം. നമുക്ക് ഇംഗ്ലീഷിന്റെ ഓറൽ എക്സ്പ്രഷൻ കൃത്യമായിട്ട് പരിശോധിക്കുന്നതിൽ നിന്നും നമ്മളെ തടസ്സം നിൽക്കുന്ന കാര്യങ്ങൾ, ഒന്ന് ജഡ്ജിങ് പ്രൊനൗൺസിയേഷൻ. നമുക്ക് കൃത്യമായിട്ട് പ്രൊനൗൺസിയേഷൻ ജഡ്ജ് ചെയ്യാൻ കഴിയില്ല, അത് ഒരു പരിമിതിയാണ്. ഒരു ഇംഗ്ലീഷ് ഓറൽ എക്സ്പ്രഷൻ തിരിച്ചറിയുന്നതിനെ, അതിനെ വിലയിരുത്തുന്നതിന്റെ പരിമിതിയാണ്. ദെൻ ലിസണിങ് കോംപ്രിഹെൻഷൻ കൃത്യമായിട്ട് നടത്തുക എന്നുള്ളതും പ്രശ്നമാണ് അല്ലെ. ലിസണിങ് കോംപ്രിഹെൻഷൻ നമുക്ക് അസസ് ചെയ്യുക അത്ര എളുപ്പമല്ല. ദെൻ ടൈം കൺസ്യൂമിംഗ് ആണ്, ഒരുപാട് സമയം എടുക്കും അല്ലെ. നമ്മൾ ഓറൽ എക്സ്പ്രഷൻസ് ഒക്കെ ചെക്ക് ചെയ്യാൻ നിന്നാൽ ഒരുപാട് സമയം എടുക്കും. സോ അതും അതിന്റെ പരിമിതിയിൽപ്പെട്ടതാണ്. എല്ലാം പരിമിതിയിൽപ്പെട്ടതാണ്. റിക്വയർസ് പേഴ്സണൽ കോൺടാക്ട് വിത്ത് ടെസ്റ്റിംഗ്. ഒരു കുട്ടിയുടെ ഓറൽ എക്സ്പ്രഷൻ കൃത്യമായിട്ട് നമുക്ക് കിട്ടണമെങ്കിൽ അവരുമായിട്ട് പേഴ്സണൽ കോൺടാക്ട് ഉണ്ടാക്കിയെടുക്കണം, അതും ഇതിന്റെ ലിമിറ്റേഷൻസിൽ പെട്ടതാണ്. സോ 4 ഇംഗ്ലീഷിന്റെ ഓറൽ എക്സ്പ്രഷൻ കൃത്യമായിട്ട് അളക്കുന്നതിന്റെ ലിമിറ്റേഷൻസിൽ ഉൾപ്പെടുന്നതാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ അല്ലേ. ദെൻ 4ാമത്തെ ചോദ്യം, അറ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേജസ് ക്യാൻ എ ടീച്ചർ സ്റ്റാർട്ട് യൂസിംഗ് വെർബൽ സിംബിൾസ് വിത്ത് സ്റ്റുഡൻസ്? കുട്ടികളിൽ വെർബൽ സ്റ്റുഡൻസ് ഉപയോഗിച്ച് പഠിപ്പിച്ചു തുടങ്ങാൻ പറ്റുന്നത് ഏത് സ്റ്റേജിലാണ്? സോ നമുക്കറിയാം കുട്ടികൾ നമ്മുടെ പിയാഷെ 5 സ്റ്റേജ് ആയിട്ടാണ് കുട്ടികളുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിനെ വേർതിരിക്കുന്നത്. അതിലെ ആദ്യത്തെ സ്റ്റേജ് സെൻസറി മോട്ടോർ സ്റ്റേജ് ആണ്. അവിടെ കുട്ടികൾ സിമ്പൽ ഉപയോഗിച്ച് തുടങ്ങുന്നില്ല. പ്രീ ഓപ്പറേഷണൽ സ്റ്റേജിലാണ് കുട്ടികൾ സിമ്പൽ യൂസ് ചെയ്ത് തുടങ്ങുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, ഒബ്ജക്ടിവിറ്റി ഓഫ് എ ടെസ്റ്റ് ഐറ്റംസ് മീൻസ്. ഒരു ടെസ്റ്റിന്റെ ഒബ്ജക്ടിവിറ്റി അഥവാ വസ്തുനിഷ്ഠമായിരിക്കുക എന്നുള്ളത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നമുക്ക് ഓരോ ഓപ്ഷൻസും പരിശോധിക്കാം. എബിലിറ്റി ടു ഡിസ്ക്രിമിനേറ്റ് ദ റെസ്പോണ്ടൻസ് ബേസ്ഡ് ഓൺ ഫിനോമിനൻ മെഷേർഡ്. നമ്മൾ പരിശോധിക്കുന്നതിനനുസരിച്ച് ഓരോ കുട്ടിയെയും അവൻ എബോവ് ആവറേജ് ആണോ ബിലോ ആവറേജ് ആണോ എന്ന് വർഗീകരിക്കാൻ കഴിയും. അത് ടെസ്റ്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ പെട്ടതാണ്. പക്ഷെ ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ നമ്മൾ പറയുന്നത് ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ എന്നുള്ളതാണ്. സോ അതല്ല നമ്മുടെ ഉത്തരം. ദെൻ കോംപ്രഹെൻസീവ് നാച്ചർ ഓഫ് ദ ടെസ്റ്റ് ഐറ്റം കോംപ്രഹെൻസീവ് നാച്ചർ ആയിരിക്കണം, അഥവാ എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും ഉണ്ടായിരിക്കണം. അത് ടെസ്റ്റിന്റെ കോംപ്രഹെൻസീവ് എന്ന് പറയുന്ന യോഗ്യതയിൽ പെട്ടതാണ്. സോ അതും നമ്മുടെ ഉത്തരമല്ല. ദെൻ മെഷേഴ്സ് അറ്റൈൻമെന്റ് ഓഫ് പ്രീഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്. നമ്മൾ നേരത്തെ കുട്ടി ഒരു ഒബ്ജക്റ്റീവ് നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു നിശ്ചയിച്ചു വെച്ച ഒബ്ജക്റ്റീവ്സ് അറ്റൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് പരിശോധിക്കുക. അതിനെ നമ്മൾ പറയുന്നത് എന്താ? അതിനെ നമ്മൾ പറയുന്നത് മെഷേഴ്സ് അറ്റൈൻമെന്റ് ഓഫ് എ പ്രീ ഡിറ്റർമിൻഡ് ഒബ്ജക്റ്റീവ്. അതിനെ നമ്മൾ പറയുന്ന പേര്. ഒരു കുട്ടി ഓൾറെഡി നിശ്ചയിച്ചപ്പെട്ട അല്ലെ, ഓൾറെഡി ഒരു കുട്ടിയിൽ എന്തൊക്കെയാണോ അളക്കാൻ ഉദ്ദേശിച്ചത് അത് അളക്കാൻ കഴിയുക, അതിനെ നമ്മൾ അച്ചീവ്മെന്റ് ടെസ്റ്റിലൂടെയാണ് നമ്മൾ അതിനെ അളക്കുന്നത് അല്ലെ. ഓൾറെഡി നമ്മൾ നിശ്ചയിച്ച് വെച്ചിട്ടുള്ള കാര്യങ്ങൾ കുട്ടിയിൽ എത്തിയിട്ടുണ്ടോ എന്ന് അളക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന്റെ പേര് അച്ചീവ്മെന്റ് ടെസ്റ്റ് എന്നാണ്. അതേപോലെ നമുക്ക് വാലിഡിറ്റിയും റിലയബിലിറ്റിയും അറിയാം. അപ്പൊ ഒരു ടെസ്റ്റിലൂടെ എന്താണോ അളക്കാൻ ഉദ്ദേശിച്ചത് അത് അളക്കാൻ കഴിയുക, അതിനെയാണ് നമ്മൾ വാലിഡിറ്റി എന്ന് പറയുന്നത്. ആ ഒരു പേരും വേണമെങ്കിൽ നമുക്ക് ഇവിടെ കൊടുക്കാം അല്ലെ. എന്താണോ അളക്കാൻ ഉദ്ദേശിച്ചത് അത് അളക്കാൻ കഴിയുക. അപ്പൊ അവിടെ വാലിഡിറ്റി നമുക്ക് വേണമെങ്കിൽ പറയാം.
ഇനി നാലാമത്തത് ഒബ്ജക്ടിവിറ്റി എന്നുള്ളതിന്റെ കറക്റ്റ് ഡെഫിനിഷൻ ആണ്. ഒരു ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ശരി ഉത്തരം ഉണ്ടായിരിക്കുക, അതാണ് ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? then അടുത്ത ചോദ്യം, which of the following is not a sub skill of listening? ലിസണിങ്ങിന്റെ സബ് സ്കില്ലിൽ ഉൾപ്പെടാത്തത് ഏത്? നമുക്ക് നോക്കാം. സെഗ്മെന്റ് സൗണ്ട്സ് ഇൻ ടു മീനിങ്ഫുൾ ഗ്രൂപ്പ്സ്. ഒരു സൗണ്ടിനെ മീനിങ്ഫുൾ യൂണിറ്റ് ആയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നു, മീനിങ്ഫുൾ ഗ്രൂപ്പ് ആയിട്ട് മനസ്സിലാക്കുന്നു. ലിസണിങ്ങിന്റെ സബ് സ്കില്ലിൽ ഉൾപ്പെടുന്നതാണ്, നമുക്ക് ഉൾപ്പെടാത്തതാണ് വേണ്ടത്. അണ്ടർസ്റ്റാൻഡ് സിൻടാക്ടിക് പാറ്റേൺസ്. ഒരു സെന്റൻസിന്റെ സ്ട്രക്ചറിനെ മനസ്സിലാക്കുന്നു, അതും ലിസണിങ് സ്കില്ലിന്റെ സവിശേഷതയിൽ വരുന്നതല്ലേ? ആണ്. നമുക്കല്ലാത്തതാണ് വേണ്ടത്. സോ ഫോർമുലേറ്റ് അപ്രോപ്രിയേറ്റ് റെസ്പോൺസ്. കൃത്യമായിട്ടുള്ള റെസ്പോൺസ് നമ്മുടെ മനസ്സിലേക്ക് വരിക, അത് സ്പീക്കിങ്ങിന്റെ സബ് സ്കില്ലിൽ ഉൾപ്പെടുന്നതാണ്. ഇന്റർപ്രറ്റ് സ്ട്രെസ് റിതം ആൻഡ് ഇൻടോണേഷൻ. ഇന്റർപ്രറ്റ് സ്ട്രെസ് റിതം ആൻഡ് ഇൻടോണേഷൻ. നമുക്ക് കേൾക്കുമ്പോൾ, ഒരു സെന്റൻസ് കേൾക്കുമ്പോൾ അതിന്റെ സ്ട്രെസ്, റിതം, ഇൻടോണേഷൻ ഒക്കെ മനസ്സിലാവുക കേട്ടോ, മനസ്സിലാകുക, യൂസ് എന്നല്ല, മനസ്സിലാകുക. അതും ലിസണിങ്ങിന്റെ സബ് സ്കില്ലിൽ പെട്ടതാണ്. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, ദ കോൺസെപ്റ്റ് ഓഫ് ദ ലോ ഓഫ് എഫക്ട്. തോണ്ടേക്കിന്റെതാണ് ലോ ഓഫ് എഫക്ട്. അദ്ദേഹം 3 ലോസ് പറയുന്നുണ്ട്. ആ 3 ഏതാണെന്ന് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. അതിലൊന്നാണ് ലോ ഓഫ് എഫക്ട്. ലോ ഓഫ് എഫക്റ്റിന്റെ കോൺസെപ്റ്റിൽ ഉൾപ്പെടാത്തത് ഏത്? ജനറൽ ആയിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട സംഗതിയാണ്. സോ ബിഹേവിയേഴ്സ് ആർ ഫോളോഡ് ബൈ പോസിറ്റീവ് ഔട്ട്കംസ് ആർ റീഇൻഫോഴ്സ്ഡ് ആൻഡ് ടെൻഡ് ടു ബി റിപ്പീറ്റഡ് എന്ന് പറയുന്നത് ലോ ഓഫ് എഫക്റ്റിൽ ഉൾപ്പെടുന്നതാണ്. എപ്പോഴും ഒരു സ്വഭാവത്തിന്റെ പോസിറ്റീവ് ഔട്ട്കംസ് നമ്മൾ റീഇൻഫോഴ്സ് ചെയ്യുകയാണെങ്കിൽ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കും. അപ്പൊ നല്ല പ്രവർത്തനങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിച്ചാൽ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമെന്നത് ലോ ഓഫ് എഫക്റ്റിൽ പെട്ടതാണ്, അല്ലെ? ദെൻ എവറി ആക്ഷൻ ഹാസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് ന്യൂട്ടന്റെ ചലന നിയമത്തിൽ പെട്ടതാണ്, ലോ ഓഫ് എഫക്റ്റിൽ ഉൾപ്പെടുന്നതല്ല കേട്ടോ. ദെൻ ബിഹേവിയർ ഫോളോഡ് ബൈ നെഗറ്റീവ് ഔട്ട്കംസ് ആർ ഡിസ്കറേജ്. നെഗറ്റീവ് ഔട്ട്കംസ് ഉള്ള സ്വഭാവങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല, അതും ലോ ഓഫ് എഫക്റ്റിൽ ഉൾപ്പെടുന്നതാണ്. ദെൻ ബിഹേവിയേഴ്സ് ക്യാൻ ബി ഷേപ്ഡ്. സ്വഭാവം നമുക്ക് രൂപീകരിക്കാൻ കഴിയുന്നതാണ്. പോസിറ്റീവ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെന്റിലൂടെ സ്വഭാവത്തെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? നിർണ്ണയിക്കാൻ കഴിയും. അപ്പൊ ഇതിലെ 1, 3, 4 ലോ ഓഫ് എഫക്റ്റിൽ ഉൾപ്പെടുന്നുണ്ട്, 2 ഉൾപ്പെടുന്നില്ല. സോ 1, 2, 4 അഥവാ ഓപ്ഷൻ 1, 2, 4 ഓപ്ഷൻ എ ആണ് അല്ലെ? 1, 2 അല്ല, 1, 3, 4. 1, 3, 4 ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 3, 4 അഥവാ ഓപ്ഷൻ ഡി ആണ് ആൻസർ. ദെൻ അടുത്ത ചോദ്യം, വാട്ട് ഈസ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് ഓഫ് സമ്മേറ്റീവ് വാല്യുവേഷൻ. സമ്മേറ്റീവ് വാല്യുവേഷൻ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ടേമിന്റെ അവസാനത്തിൽ നടത്തുന്ന പരീക്ഷയാണ്. സമ്മേറ്റീവ് വാല്യുവേഷന്റെ ക്യാരക്ടറിസ്റ്റിക്കിൽ ഉൾപ്പെടാത്തത് ഏത്? ഇറ്റ് ഈസ് കണ്ടക്ടഡ് ആഫ്റ്റർ ദ കംപ്ലീഷൻ ഓഫ് ദ ഇൻസ്ട്രക്ഷൻ ഇൻ എ ടേം, എ കോഴ്സ്, സ്കൂൾ സെഷൻ. അത് സമ്മേറ്റീവ് വാല്യുവേഷൻ അല്ലേ? ഒരു ടേമിന് ശേഷം അല്ലെങ്കിൽ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയതിനു ശേഷം അല്ലെങ്കിൽ ഒരു സ്കൂൾ സെഷൻ കംപ്ലീറ്റ് ആയതിനു ശേഷം നടത്തുന്നത് സമ്മേറ്റീവ് ആണ്. ഇറ്റ് ഈസ് ഡയഗ്നോസ്റ്റിക് ആൻഡ് റെമഡിയൽ. തെറ്റല്ലേ? അത് ഫോർമേറ്റീവ് വാല്യുവേഷന്റെ പ്രത്യേകതയാണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓക്കെ അല്ലേ? Then it focuses mostly on assessing the scholastic abilities of the children. കുട്ടികളുടെ സ്കോളസ്റ്റിക് എബിലിറ്റീസിനെയാണ് സമ്മേറ്റീവ് വാല്യുവേഷൻ അസസ് ചെയ്യുന്നത്, അതും ശരിയാണ്. ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു ദ ഓവറോൾ ഗ്രേഡിംഗ് ഓഫ് ചിൽഡ്രൻ. കുട്ടികളുടെ മൊത്തത്തിലുള്ള ഗ്രേഡ് ആണ് സമ്മേറ്റീവ് വാല്യുവേഷനിലൂടെ അസസ് ചെയ്യുന്നത്. അതെല്ലാം സമ്മേറ്റീവ് വാല്യുവേഷന്റെ ആണ്. ഓപ്ഷൻ ബി മാത്രമാണ് എന്തായി പോയിട്ടുള്ളത്? ഫോർമേറ്റീവ് ഇവാലുവേഷന്റെ പ്രത്യേകത ആയി പോയിട്ടുള്ളത്. അച്ചീവ്മെന്റ് ടെസ്റ്റ് ആണ് നമ്മൾ സമ്മേറ്റീവ് ഇവാലുവേഷന്റെ ഭാഗമായിട്ട് നടത്തുന്നത്. ദെൻ അടുത്ത ചോദ്യം, an English teacher creates a comfortable environment for her students in the classroom. Which of the following hypothesis of Prescience theory forms the basis of this act of the teacher? കുട്ടികൾക്ക് ക്ലാസ് മുറിയിൽ അനുഗുണമായിട്ടുള്ള ഒരു സാഹചര്യം, ഒരു പരിസരം ടീച്ചർ ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ പ്രഷ്യന്റെ ഹൈപ്പോത്തസിസിൽ ഏത് രീതിയാണ് ടീച്ചർ ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നാണ് ചോദ്യം. അപ്പോൾ അത് അപ്ലൈ ചെയ്തിട്ടുള്ളത് അഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസ്. കുട്ടിക്ക് പറ്റുന്ന തരത്തിലുള്ള ഇമോഷണൽ സറൗണ്ടിങ്സ് ഉണ്ടാക്കി കൊടുക്കുക, അതൊരു ടീച്ചറിന്റെ ഒരു ബാധ്യതയാണ്. സോ അഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസിൽ പറയുന്നത് കുട്ടികൾക്ക് മോട്ടിവേഷനും അതുപോലെ തന്നെ കോൺഫിഡൻസും വർദ്ധിപ്പിച്ചു കൊടുക്കുക, ആൻസൈറ്റി കുറയ്ക്കുക. അപ്പോഴാണ് ലാംഗ്വേജ് അക്വസിഷൻ സാധ്യമാകുന്നത്. അപ്പൊ കുട്ടികളുടെ എപ്പോഴും ഹയസ്റ്റ് ആയിട്ട് മോട്ടിവേഷനും സെൽഫ് കോൺഫിഡൻസും നിൽക്കണം, ആൻസൈറ്റി കുറയണം, അപ്പൊ പഠനം സാധ്യമാകും. സോ അങ്ങനെയാണ് എവിടെ പറഞ്ഞിട്ടുള്ളത്? അഫക്റ്റീവ് ഫിൽട്ടർ ഹൈപ്പോത്തസിസിൽ പറഞ്ഞിട്ടുള്ളത്. ദെൻ മോണിറ്റർ മോഡൽ ഹൈപ്പോത്തസിസ് അല്ലെങ്കിൽ ഇൻപുട്ട് ഹൈപ്പോത്തസിസ് എന്ന രീതിയിൽ സെക്കൻഡ് ലാംഗ്വേജ് അക്വസിഷൻ തിയറി
ആര് പറഞ്ഞിട്ടുണ്ട്? കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ 5 കാര്യങ്ങളാണ് പറയുന്നത്. അതിലൊന്ന് നമ്മളിവിടെ പറഞ്ഞു. രണ്ടാമത്തത് അക്വസേഷൻ ലേണിംഗ് ഹൈപ്പോത്തിസിസ് അഥവാ ലേണിംഗ് അക്വസേഷനും ഉണ്ട്, ലാംഗ്വേജ് ലേണിംഗും ഉണ്ട്, അക്വസേഷനും ഉണ്ട്. അക്വസേഷൻ എന്ന് പറയുമ്പോൾ സബ് കോൺഷ്യസ് പ്രോസസ് ആണ്, എഫേർട്ട്ലെസ് ആണ്. ലാംഗ്വേജ് ലേണിംഗ് എന്ന് പറയുമ്പോൾ ക്ലാസ് മുറിയിൽ നടക്കുന്ന കോൺഷ്യസ് പ്രോസസ് ആണ്, കുറച്ച് എഫേർട്ട് ഉള്ളതാണ്. എപ്പോഴും സെക്കൻഡ് ലാംഗ്വേജ് അക്വയർ ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തിയാൽ കുറച്ചുകൂടി എളുപ്പമായിരിക്കും, കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. ദെൻ മോണിറ്റർ ഹൈപ്പോത്തിസിസിൽ പറയുന്നത് നമ്മൾ പഠിച്ചു വെക്കുന്ന ഗ്രാമാറ്റിക്കൽ റൂൾസ് നമ്മുടെ സംസാരത്തിലെ പിഴവുകൾ തിരുത്തുന്ന ഒരു മോണിറ്റർ ആയിട്ട്, ഒരു എഡിറ്റർ ആയിട്ട് വർക്ക് ചെയ്യണം എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസ് ആണ് മോണിറ്റർ ഹൈപ്പോത്തിസിസ്. ദെൻ നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തിസിസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ലാംഗ്വേജ് അക്വയർ ചെയ്യുമ്പോൾ അതിന് കൃത്യമായിട്ടും ഒരു ഓർഡർ ഉണ്ടാകും, ഒരു നാച്ചുറൽ ഓർഡർ ഉണ്ടാകും എന്ന ഹൈപ്പോത്തിസിസ് ആണ് നാച്ചുറൽ ഓർഡർ ഹൈപ്പോത്തിസിസ്. ഞാൻ ജസ്റ്റ് അത് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് വേണ്ട ആളുകൾക്ക് പൗസ് ചെയ്ത് വായിച്ചു നോക്കാവുന്നതാണ്. ദെൻ അതിലെ ഇൻപുട്ട് ഹൈപ്പോത്തിസിസ് 5 ഉണ്ടല്ലോ. ഇൻപുട്ട് ഹൈപ്പോത്തിസിസ് എന്ന് പറഞ്ഞാൽ ഒരു കാര്യം നമ്മൾ അക്വയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഓൾറെഡി നിലവിൽ അറിയുന്ന കാര്യങ്ങളെക്കാൾ കൂടുതൽ പ്ലസ് ആയിട്ട് ഒരെണ്ണം കൂടി കിട്ടണം. അപ്പൊ നമുക്ക് അറിയുന്ന കാര്യങ്ങൾക്ക് പുറമെ ഒരു അഡീഷണൽ കാര്യങ്ങൾ കൂടി കിട്ടുമ്പോഴാണ് നമ്മൾ ഒരു കാര്യം അക്വയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് പറയുന്ന ഹൈപ്പോത്തിസിസ് ആണ് ഇൻപുട്ട് ഹൈപ്പോത്തിസിസ്. ഓക്കെ അല്ലേ? Then അടുത്ത ചോദ്യം, in which of the following options errors are tolerated seen as natural outcomes of development of language skill? ലാംഗ്വേജ് സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തെറ്റ് വന്നാൽ അത് ടോളറേറ്റ് ചെയ്യുന്ന അപ്രോച്ച് ഏതാണ്? സോ അത് കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് ആണ്. കമ്മ്യൂണിക്കേറ്റീവ് അപ്രോച്ച് കമ്മ്യൂണിക്കേഷൻ ആണ്, അഥവാ ഫ്ലുവൻസിക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്ട്രെസ് നൽകുന്നത്. ഇപ്പൊ ഫ്ലുവൻസി കിട്ടണമെങ്കിൽ ചെറിയ തെറ്റൊക്കെ വന്നാൽ നമ്മൾ അതിനെ ഇഗ്നോർ ചെയ്യും. ഓക്കെ അല്ലേ? Then അടുത്ത ചോദ്യം, which of the following approaches has its basic principle gaining access to reserve powers of the mind? നമ്മുടെ മൈൻഡ് പവറുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന, അഥവാ നമ്മുടെ മൈൻഡ് പവർ വളരെയധികം പോസിറ്റീവായിട്ട് നിലനിർത്തിക്കൊണ്ട് ആണ് പഠനം സാധ്യമാക്കേണ്ടത് എന്ന് പറയുന്ന അപ്രോച്ച് ഏതാണ്? സജസ്റ്റോപീഡിയ. ഓപ്ഷൻ സി സജസ്റ്റോപീഡിയ. സജസ്റ്റോപീഡിയയിൽ നമ്മൾ മൈൻഡ് പരമാവധി കൂളാക്കുക. അതിന് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുട്ടികൾക്ക് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആയിട്ട് ഒരു ബറോക്ക് മ്യൂസിക് ഒക്കെ കേൾപ്പിച്ചുകൊണ്ട് പഠിപ്പിക്കുന്നത്. ഓക്കെ അല്ലേ? Then അടുത്ത ചോദ്യം, എ ടീച്ചർ ഈസ് കൺസേൺഡ് അബൌട്ട് ദ ഇൻക്രീസിംഗ് റേറ്റ് ഓഫ് ആബ്സെന്റിസം എമോങ് ഹെർ സ്റ്റുഡൻസ്. കുട്ടികൾക്ക് ഇടയിൽ ആബ്സെന്റ് ആകുന്ന പ്രവണത കൂടി വരുന്നുണ്ട്. അപ്പൊ ഇതിന് കുറിച്ച് കുട്ടികളെ പഠിക്കാൻ ടീച്ചർ ഏത് റിസർച്ച് ആണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ ടീച്ചേഴ്സ് നടത്തുന്ന റിസർച്ച് ആണ് ആക്ഷൻ റിസർച്ച്. കേട്ടോ, ആക്ഷൻ റിസർച്ച്. Then അടുത്ത ചോദ്യം, which of the following tool is most suited for the observation evaluation technique? ഒബ്സർവേഷൻ ഇവാലുവേഷൻ അഥവാ നമ്മൾ ഒരാളെ ഒബ്സർവ് ചെയ്തുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യുന്ന ടെക്നിക്കിൽ ഏതൊക്കെ ഉൾപ്പെടുന്നുണ്ട് എന്ന് ചോദിച്ചാൽ സ്കെയിൽ എന്തല്ല, ഒബ്സർവേഷൻ ഇവാലുവേഷൻ ടെക്നിക് അല്ല. ഒബ്സർവേഷൻ സ്കെഡ്യൂൾ, അനക്ടോട്ടൽ റെക്കോർഡ്, ചെക്ക് ലിസ്റ്റ്, ഇവകൾ എന്താണ്? ഒബ്സർവേഷൻ ഇവാലുവേഷൻ ടെക്നിക് ആണ്. അപ്പൊ 2, 3, 4 ഓപ്ഷൻ ഡി ആണ് കറക്റ്റ്. ശരി, ഓക്കെ അല്ലേ? ദെൻ അടുത്ത ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗിഫ്റ്റഡ് ചൈൽഡ്? IQ 140 മുകളിലുള്ള കുട്ടികളാണ്. IQ 140 മുകളിലുള്ള കുട്ടികളാണ് ഗിഫ്റ്റഡ് ചൈൽഡ്. ഗിഫ്റ്റഡ് ചൈൽഡുകളുടെ പ്രത്യേകത, ആള് പെർഫെക്ഷനിസ്റ്റ്, എല്ലാ കാര്യവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ വാശി പിടിക്കും. സ്റ്റബോൺ ഇൻ ബിലീവ്സ്, അല്ലെ, ചില വിശ്വാസങ്ങളിൽ ആള് സ്റ്റബോൺ ആയിരിക്കും. ഒബ്സർവ്സ് അക്രോസ് ബൗണ്ടറീസ്, മേക്ക് കണക്ഷൻസ്, അല്ലെ, പരിമിതികൾ അല്ലെങ്കിൽ അതിർത്തികൾ ലംഘിച്ചുകൊണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. എല്ലാത്തിലും കണക്ഷൻസ് കാണും. ദെൻ ഗെറ്റ്സ് ബോർഡ് ഈസിലി, പെട്ടെന്ന് കാര്യങ്ങൾ മടുക്കും. ആൾക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മടുക്കും. ഇതെല്ലാം ഗിഫ്റ്റഡ് ചൈൽഡിന്റെ പ്രത്യേകതയാണ്. സോ ഓൾ ഓഫ് ദി എബോവ്. ചോദ്യങ്ങൾ എങ്ങനെയൊക്കെ വന്നു എന്ന് കണ്ടോ? ഓൾ ഓഫ് ദി എബോവ് ആണ് ചോദ്യം, ആൻസർ. ദെൻ അടുത്ത ചോദ്യം, ദ എയിം ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ ആസ് പെർ ദ NCF 2005 ഈസ് ടു ക്രിയേറ്റ്. NCF 2005 പ്രകാരം ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് കൊണ്ടുള്ള ലക്ഷ്യം എന്താണ് എന്ന് ചോദിച്ചാൽ കുട്ടികളിൽ മൾട്ടി ലിംഗ്വൽ ലേണേഴ്സിനെ ഉണ്ടാക്കുക, പല ഭാഷകൾ അറിയുന്ന ലേണേഴ്സിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ. ഓക്കെ അല്ലേ? സോ NCF 2005 എന്തൊക്കെയാണ് ലക്ഷ്യം വെക്കുന്നത് എന്നത് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ ക്ലാസ് അവസാനിപ്പിക്കാം. The NCF 2005 aims for English language teaching to multilingual and integrated. ഒരുപാട് ഭാഷകൾ സംസാരിക്കുന്ന ഇന്റഗ്രേറ്റഡ് ലാംഗ്വേജ് ലേണിംഗ് ഉള്ള കുട്ടികളെ ഇവിടെ കൊണ്ടുവരിക, ഇവിടെ നിർമ്മിക്കുക. യൂസിങ് ഇംഗ്ലീഷ് ടു സപ്പോർട്ട് ലേണിംഗ് അക്രോസ് ഓൾ സബ്ജക്ട്, നോട്ട് എ സെപ്പറേറ്റ് ഐഡന്റിറ്റി. ഇംഗ്ലീഷിനെ സെപ്പറേറ്റ് ആയിട്ടല്ല, എല്ലാ ലാംഗ്വേജും എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കാൻ അല്ലെങ്കിൽ പഠിക്കാനുള്ള ഒരു സഹായിയായിട്ടാണ് ഇംഗ്ലീഷിനെ, ഒരു സപ്പോർട്ടിംഗ് ലേണിംഗ് സിസ്റ്റം ആയിട്ടാണ് ഇംഗ്ലീഷിനെ യൂസ് ചെയ്യേണ്ടത്. ഇറ്റ് എംഫസൈസസ് ഡെവലപ്പിംഗ് പ്രാക്ടിക്കൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് സ്കിൽ. കുട്ടികളെ പ്രാക്ടിക്കലി ഇംഗ്ലീഷ് യൂസ് ചെയ്യാനുള്ള കഴിവിനെ പ്രോത്സാഹിപ്പിക്കണം. കുട്ടികൾക്ക് സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ് എല്ലാം
കുട്ടികളെ എന്ത് ചെയ്യണം, പഠിപ്പിച്ചെടുക്കണം. സോ ദിസ് അപ്രോച്ച് എയിംസ് ടു മേക്ക് ലേണിംഗ് മോർ ഹോളിസ്റ്റിക് ആൻഡ് റിലവന്റ് ടു സ്റ്റുഡൻസ് ലൈഫ്സ്. കൂടുതൽ കുട്ടികൾക്ക് ജീവിതഗന്ധിയായിട്ട് ഇംഗ്ലീഷ് യൂസ് ചെയ്യാനുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഓക്കെ അല്ലേ? സോ ഡിയർ ഫ്രണ്ട്സ്, ഇംഗ്ലീഷ് പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. ഇതിലൊരു 5-6 ക്വസ്റ്റ്യൻസ് ഇംഗ്ലീഷ് പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ടതും ബാക്കി ജനറൽ പെഡഗോജിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. സോ ഈ ഒരു സെഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. കൂടുതൽ പുതിയ ക്ലാസ്സുകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഗുഡ് ബൈ.